ألوان ألوان تملأ كل مكان، الأخضر في الشجرة، الأصفر في الثمرة، الأبيض في البقرة، الأسود في الحشرة. അസ്സലാമു അലൈക്കും. انظر ذاك الوادي. നിങ്ങള് ചങ്ങാടത്ത് കയറിയോ? കേറിയിട്ടില്ലല്ലോ. കേറിയോ? ചങ്ങാടത്ത് കയറിയോ? നീന്താൻ അറിയുന്ന ആൾക്കാരൊക്കെ, നീന്താൻ അറിയുന്ന ആൾക്കാരൊന്നും കൈവന്തിച്ചാണ്. സത്യം പറഞ്ഞാൽ മതി, ചങ്ങാടം പറഞ്ഞാൽ നീന്തേണ്ടി വരും. നീന്താൻ അറിയുന്ന ആൾക്കാര് പെൺകുട്ടികളിൽ ആകെ 4 ആൾക്കെ നീന്താൻ അറിയുള്ളൂ. മണലിൽ നീന്തണ കാര്യമല്ല കേട്ടോ പറഞ്ഞേ, വെള്ളത്തിൽ നീന്തണ കാര്യ പറഞ്ഞേ. അറിയും, മാഷാ അല്ലാഹ്. ഓക്കെ, നമ്മള് ചെങ്ങാട യാത്രയിലാണുള്ളത്. റെഡിയല്ലേ നിങ്ങള്? യാത്രക്ക് റെഡിയല്ലേ? യാത്രക്ക് റെഡിയായ ആൾക്കാരൊക്കെ ഒന്ന് എഴുന്നേറ്റാണെങ്കിൽ നോക്കട്ടെ. ഓക്കെ, ഇരുന്നോളൂ 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 ഇരുന്നോളൂ. അപ്പൊ ചെങ്ങാടത്തിലെ യാത്ര ആരംഭിക്കാൻ പോവാണ്. നിങ്ങൾ വേഗത്തിൽ ചെങ്ങാടത്ത് കയറാത്ത ആളുകളൊക്കെ വേഗം ചെങ്ങാടത്ത് കയറണം. കേറിയോ കേറിയോ കേറിയോ? കേറുമ്പോ നോക്കണം, ശ്രദ്ധിച്ച് കയറണം. കാല് വഴുതിയാല് വെള്ളത്തിൽ വീഴും. നീന്താൻ അറിയാത്തവര് വെള്ളത്തിൽ വീണാ എന്താ പറ്റുക? അവിടെ കിടക്കേണ്ടി വരും. ചെങ്ങാടത്തിന്റെ വഴിക്ക് പോകും അല്ലേ? ഓക്കെ, കേറിയോ? കേറിയ ആൾക്കാരൊക്കെ വലത്തെ കൈ കൊണ്ടിരിക്കെ. ചെങ്ങാടത്ത് കേറിയ ആൾക്കാരൊക്കെ പഠിച്ചോനെ, ചില കുട്ടികൾക്ക് 2 വലത്തെ കൈയൊക്കെ ഉണ്ടല്ലോ. വലത്തെ കൈ മാത്രം പൊന്തിക്കാൻ പറഞ്ഞു. ഓക്കെ, നമ്മുടെ യാത്ര ഇങ്ങനെ പോകുമ്പോ ഇടയില് ചില ദ്വീപുകളൊക്കെ ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മള് ഇറങ്ങും. ചില കഥകളും പാട്ടുകളൊക്കെ പാടി പറഞ്ഞ് നമ്മളിങ്ങനെ പോകും. അപ്പൊ നിങ്ങളെ ചെങ്ങാടത്ത് കയറുമ്പോ എന്തോ ഒരു പാട്ടുണ്ടല്ലോ അല്ലെ? അതാണ് ഞാൻ വരുമ്പോഴൊക്കെ അവിടെ ഇങ്ങനെ കേട്ടിരുന്നൊരു പാട്ട്. ഏതാ പാട്ട്? ഞാൻ അവസാനം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മാർക്ക് പറയട്ടോ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മാർക്ക് പറയും. അപ്പൊ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ആരാണിത് ശ്രദ്ധിച്ച ആൾക്കാര്. ഒരാൺകുട്ടി ശ്രദ്ധിച്ചില്ലെങ്കിൽ മൊത്തം ആൺകുട്ടികളെ മാർക്ക പോവുക. ഒരു പെൺകുട്ടി ശ്രദ്ധിച്ചില്ലെങ്കിൽ മൊത്തം പെൺകുട്ടികളെ മാർക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യും? പോയി കിട്ടും. ശരി. ഏതാ നിങ്ങൾ ചെങ്ങാടത്തില് നിങ്ങള് പിന്നെ ഏതൊരാളിങ്ങനെ ചോദിച്ചിരുന്നു ചങ്ങാതിമാരെ പോരണോന്നൊക്കെ ചോദിച്ചു. എന്തൊരു പാട്ടുണ്ടായില്ലേ? ആ പാട്ട് നിങ്ങൾ കേട്ടിരുന്നോ? അവിടെ പഠിച്ചോ നിങ്ങൾ ആ പാട്ട്? ചെങ്ങാതിമാരെ പോരുന്നോ, ചെങ്ങാടമേറി പോരുന്നോ, നേരിന്റെ തീരം ചേർന്നിടാം, നേർവഴി തെറ്റാതെ നീങ്ങിടാം. ഇതു ചെങ്ങാടം, സന്തോഷത്തിൻ ചെങ്ങാടം, സൗഹാർദ്ദത്തിൻ കൈകൾ കോർക്കാൻ വിസ്ഡമൊരുക്കും ചെങ്ങാടം. ഇത് വിസ്ഡമൊരുക്കും ചെങ്ങാടം. പഠിച്ചോ നിങ്ങള്? പഠിച്ചോ? ഈ പാട്ട് ആദ്യം പഠിക്ക പെൺകുട്ടികളായിരിക്കും. നിങ്ങൾ എന്തായാലും രണ്ടാമതേ പഠിക്കുള്ളൂ എന്ന് തോന്നുന്നു. നിങ്ങൾ മത്സരത്തിനുണ്ടോ? ഉണ്ടോ? ഞാൻ പറയണ ഈ പാട്ട് ആദ്യം പെൺകുട്ടികളെ പഠിക്കാൻ. നിങ്ങൾ മത്സരത്തിനുണ്ടോ? നോക്കല്ലേ? എന്നാ നോക്കിക്കോളൂ കേട്ടോ. ചങ്ങാതിമാരെ പോരുന്നോ. ഞാൻ വിചാരിച്ചു ഈ മണ്ണാർക്കാട്ടത്തെ കുട്ടികളൊക്കെ കുറച്ച് ശബ്ദമുള്ള കുട്ടികളായിരിക്കും. ഒരു ശബ്ദമല്ല, ഒരു ഉഷാറും ഇല്ല, അതങ്ങനെ ഇരിക്കുന്ന കുട്ടികളാണോ? ചങ്ങാതിമാരെ പോരുന്നോ, ചെങ്ങാടമേറി പോരുന്നോ, നേരിന്റെ തീരം ചേർന്നിടാം,
നേർവഴി തെറ്റാതെ നീങ്ങിടാം. ഇതു ചെങ്ങാടം. ഞാൻ അപ്പോഴും നിങ്ങളോട് പറഞ്ഞില്ലേ പെൺകുട്ടികളെ ഉഷാറായിട്ട് പാടാൻ. ഇതു ചെങ്ങാടം സന്തോഷത്തിൻ ചെങ്ങാടം. സൗഹാർദ്ദത്തിൻ കൈകൾ കോർക്കാൻ വിസ്ഡമൊരുക്കും ചെങ്ങാടം. ഇത് വിസ്ഡമൊരുക്കും ചെങ്ങാടം. സൗഹാർദ്ദത്തിൻ കൈകൾ കോർക്കാൻ വിസ്ഡമൊരുക്കും. ഇത് വിസ്ഡമൊരുക്കും ചെങ്ങാടം. പാട്ടുപാടി കഥകളതോതി നീങ്ങുകയാണീ ചെങ്ങാടം. ഈ ചെങ്ങാടത്തിൽ തുഴയാൻ വേറെ ആരുമില്ല, നിങ്ങൾ തന്നെ തുഴയണം. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇരിക്കണ ആൾക്കാർ വലത്ത് ഭാഗത്തേക്കും ആൺകുട്ടികളെ ഇടത്ത് ഭാഗത്തേക്കും തുഴയണം. എന്നാലേ ചെങ്ങാടം നീങ്ങുള്ളൂ. എങ്ങനെ തുഴയാ? അങ്ങനെ 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 കൈയിട്ടടിക്കുക. എങ്ങനെ തുഴയാ? ആൺകുട്ടികളെ ഇടത്ത് ഭാഗത്തേക്കും പെൺകുട്ടികളെ വലത്ത് ഭാഗത്തേക്കും തുഴയണം. എന്നാലേ ചെങ്ങാടം നീങ്ങുള്ളൂ. റെഡിയാണോ? പാട്ടുപാടി കഥകളതോതി നീങ്ങുകയാണീ എടുത്ത് തുഴയണുണ്ടോ? ഇത് നീങ്ങൂലട്ടോ. അത് ഇവിടെ കടന്ന് വട്ടം കറങ്ങിയാണ്ട് അങ്ങനെ മുങ്ങുന്ന തോന്നണേ. തുഴഞ്ഞ മാത്രമേ ചെങ്ങാടം നീങ്ങുള്ളൂ. പാട്ടുപാടി കഥകളതോതി നീങ്ങുകയാണീ ചെങ്ങാടം. പാടുന്നില്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞേ, പെൺകുട്ടികൾ ഇപ്പൊ പാട്ട് പാടി, നിങ്ങൾ മിണ്ടാതെ ഇരിക്കാണ്. പാടും വേണം, തുഴയും വേണം. തുഴയുമ്പോ മറ്റവന്റെ കണ്ണ് പോകാൻ പറ്റൂല. അങ്ങനെ തുഴയണം കേട്ടോ. എന്നാ റെഡിയല്ലേ? തുഴയില്ല നിങ്ങള്? തുഴയില്ലേ? രണ്ട് സൈഡ് ഒരേപോലെ തുഴഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ അവിടെ കറന്ന് ഇങ്ങനെ കറങ്ങും, ചങ്ങാടം നീങ്ങൂല. അപ്പൊ നിങ്ങള് ദ്വീപിക്ക് എത്തൂല. തുഴയില്ല നിങ്ങള്? പെൺകുട്ടികളെ ഏത് ഭാഗത്തേക്കാ തുഴയാ? വലത്ത് ഭാഗത്ത്. ആൺകുട്ടികളോ? പാട്ടുപാടി കഥകളതോതി നീങ്ങുകയാണീ ചെങ്ങാടം. പടച്ച റബ്ബേ, കൈ കെട്ടിയിരുന്ന എങ്ങനെ നീങ്ങോ? ചെങ്ങാടം നീങ്ങോ? ഈ കുഞ്ഞാപ്പോളൊക്കെ കൈ കെട്ടിയിരുന്ന എങ്ങനെ നീങ്ങ? തുഴയണ്ടേ? തുഴയണ്ടേ? എല്ലാരും തുഴ റെഡിയാക്കി പിടിക്കും. തുഴ ആൺകുട്ടികളൊക്കെ അടുത്ത പിടിച്ചോ പോലെ. പാട്ടുപാടി കഥകളതോതി നീങ്ങുകയാണീ ചെങ്ങാടം. പടച്ച റബ്ബിന് ഹംദുകളോതി മുന്നേറുന്നൊരു ചെങ്ങാടം. മുന്നേറുന്നൊരു ചെങ്ങാടം. പെൺകുട്ടിയാക്ക് 27 മാർക്കായിട്ടോ. അപ്പോ ആൺകുട്ടിയാക്ക് 17 മാർക്ക്. 17 മാർക്കാണ്. പാട്ടുപാടി കഥകളതോതി നീങ്ങുകയാണീ ചെങ്ങാടം. പടച്ച റബ്ബിന് ഹംദുകളോതി മുന്നേറുന്നൊരു ചെങ്ങാടം. ഇതു ചെങ്ങാടം. സന്തോഷത്തിൻ ചെങ്ങാടം. സൗഹാർദ്ദത്തിൻ കൈകൾ കോർക്കാൻ വിസ്ഡമൊരുക്കും ചെങ്ങാടം. ഇത് വിസ്ഡമൊരുക്കും ചെങ്ങാടം. ചെങ്ങാടം പറയാൻ മാത്രമേ ശബ്ദമുള്ളൂ. ചങ്ങാടം അങ്ങനെ പാടിയിട്ട് വല്ല കാര്യമുണ്ടോ? നബിയുടെ കഥകൾ കേട്ടിടാം, നല്ലതു കേട്ടു പഠിച്ചിടാം.
നാടിനു നന്മകളെ കീടാം നീങ്ങുകയാണീ ചെങ്ങാടം നബിയുടെ കഥകൾ കേട്ടിടാം നല്ലതു കേട്ടു പഠിച്ചിടാം നാടിനു നന്മകളെ കീടാം നീങ്ങുകയാണീ ചെങ്ങാടം ഇതു ചെങ്ങാടം സന്തോഷത്തിൻ ചെങ്ങാടം സൗഹാർദ്ദത്തിൻ കൈകൾ കോർക്കാൻ വിസ്ഡമൊരുക്കും ചെങ്ങാടം ഇത് വിസ്ഡമൊരുക്കും ചെങ്ങാടം ഉമ്മക്കുമ്മ കൊടുക്കാനും ഉപ്പക്കൊപ്പം നിൽക്കാനും ഉത്തമരായി തീരാനും ഉണർത്തിടുന്നീ ചെങ്ങാടം ഇതു ചെങ്ങാടം സന്തോഷത്തിൻ ചെങ്ങാടം സൗഹാർദ്ദത്തിൻ കൈകൾ കോർക്കാൻ വിസ്ഡമൊരുക്കും ചെങ്ങാടം ഇത് വിസ്ഡമൊരുക്കും ചെങ്ങാടം അപ്പൊ നമ്മൾ ചങ്ങാട യാത്രയിലാണുള്ളത് അല്ലേ? ഈ പാട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കും. അപ്പൊ ഈ പാട്ട് നിങ്ങൾ പഠിക്കണം. യാത്ര പോവല്ലേ നമുക്ക്? പോവണം. അപ്പോ നമ്മളുടെ യാത്രക്കിടയിൽ നമ്മളൊരു പ്രത്യേക സ്ഥലത്തെത്തി ഇങ്ങനെ ഇരിക്കണം. ഇവിടെ നമ്മളൊരു പുതിയ പാട്ട് പഠിക്കും. ഈ പാട്ടിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാല് ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇപ്പൊ ആൺകുട്ടികൾ മുന്നിലെത്തിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും നിങ്ങളെ പെൺകുട്ടികളെ നിങ്ങളെ മുന്നിലെത്തും. നോക്ക നമുക്ക്. അപ്പോ ഇവിടെ നിങ്ങളൊരു പുതിയ പാട്ട് പഠിക്കാൻ പോകണം. ഈ പാട്ടിന്റെ പ്രത്യേകത എന്താ അറിയോ? കേരളത്തിൽ തന്നെ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കണത് നിങ്ങളാണ്. അതെങ്ങനെ മനസ്സിലായി എന്നറിയോ? എങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണ്. അപ്പൊ നിങ്ങള് പഠിക്കൂലേ? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഈ പാട്ട് എവിടെ കേട്ടാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പാട്ട് കേരളത്തിൽ ആദ്യം പഠിച്ച ആൾക്കാർ നമ്മളാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. റെഡിയാണോ? റെഡിയാണോ? റെഡിയാണ് ഇങ്ങനെ പറയണം. റെഡിന്ന് ഇങ്ങനെ പറയണം. ഒരു തംസപ്പ് അടിച്ച് പറയണം. റെഡിയാണോ? ഓക്കെ, പാടട്ടെ. ഞാന് പാടട്ടെ. ആദ്യം നിങ്ങൾ പഠിക്കേണ്ട വരി ഞാൻ പാടിത്തരാം. പിന്നെ ഞാൻ നിർത്തുമ്പോഴൊക്കെ നിങ്ങൾ ആ വരി പാടണം കേട്ടോ. ആദ്യം ആ വരി പറഞ്ഞുതരാം കേട്ടോ. ഈ വരി ആദ്യം പഠിക്കാം ആൺകുട്ടികളൊക്കെ. നോക്കണ്ടോ? ആദ്യം നിങ്ങൾ പറയേണ്ട വരി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഞാൻ നിർത്തുമ്പോ ആ വരി നിങ്ങൾ പാടണം. ഓക്കെ? പാടാം ഞാൻ, പറയാം ഞാൻ, അവനാണല്ലാഹു, അവനാണേകൻ അല്ലാഹു. പഠിച്ചോ? പാടാം ഞാൻ, പറയാം ഞാൻ, അവനാണല്ലാഹു, അവനാണേകൻ അല്ലാഹു. പഠിഞ്ഞോ? എന്നൊന്ന് പറഞ്ഞാണേ. പാടാം ഞാൻ, പറയാം ഞാൻ, അവനാണല്ലാഹു,
അവനാണേകൻ അല്ലാഹു. പഠിഞ്ഞോ? എന്നാ പെൺകുട്ടികളെ മാത്രം പാടിക്കാണേ. ആൺകുട്ടികൾ മാത്രം പാടണേ. നിങ്ങളോടൊരു സ്വകാര്യം പറഞ്ഞുതരാട്ടോ. പെൺകുട്ടികളോട് മാത്രം പോലും കേൾക്കണ്ട. നിങ്ങളിപ്പോ പിന്നിലാണ്. പാടാം ഞാൻ പറയാം ഞാൻ അവനാണല്ലാഹു അവനാണേകൻ അല്ലാഹു. നിങ്ങൾ മാക്സിമം ശബ്ദത്തില് ആ വരി ഒന്ന് പാടുവോ? പാടാം ഞാൻ പറയാം ഞാൻ അവനാണല്ലാഹു അവനാണേകൻ അല്ലാഹു. ഇത് ഉത്തരമാണ്. ഇതൊരു ഉത്തരാണ് കേട്ടോ. ഇനി ഞാൻ ചില ചോദ്യം എങ്ങനെ ചോദിക്കും, അപ്പൊ ഈ ഉത്തരങ്ങൾ പറയണം കേട്ടോ. കുഞ്ഞിക്കിളിയെ കുഞ്ഞിക്കിളിയെ ചൊല്ലാമോ കൗതുകമേറും വർണ്ണം തന്നവനാരാണ്? തെറ്റിയില്ല, ഉത്തരം തെറ്റിയില്ല. എന്താ ഉത്തരം? പാടാം ഞാൻ പറയാം ഞാൻ അവനാണല്ലാഹു അവനാണേകൻ അല്ലാഹു. ഈ ഉത്തരം നിങ്ങൾ പറയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഉത്തരങ്ങൾ പറയോ? കുഞ്ഞിക്കിളിയെ കുഞ്ഞിക്കിളിയെ ചൊല്ലാമോ കൗതുകമേറും വർണ്ണം തന്നവനാരാണ്? പാടാം ഞാൻ പറയാം ഞാൻ. എന്താ ചോദ്യം? കുഞ്ഞിക്കിളിയെ കുഞ്ഞിക്കിളിയെ ചൊല്ലാമോ കൗതുകമേറും വർണ്ണം തന്നവനാരാണ്? ചോദ്യം പഠിച്ചാലല്ലേ ഉത്തരം പറയുള്ളൂ. ചോദ്യം പഠിച്ചോ നിങ്ങള്? എന്റെ ചോദ്യം, കുഞ്ഞിക്കിളിയെ കുഞ്ഞിക്കിളിയെ ചൊല്ലാമോ കൗതുകമേറും വർണ്ണം തന്നവനാരാണ്? പാടാം ഞാൻ പറയാം ഞാൻ അവനാണല്ലാഹു. പഠിച്ചില്ലേ? നമ്മള് നമ്മുടെ ചങ്ങാടത്തിൽ ഇങ്ങനെ പോയൊരു ദ്വീപിൽ ഇറങ്ങിയതാണ് അല്ലേ? അപ്പൊ ദ്വീപിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഒരു കുഞ്ഞിക്കിളി ഇങ്ങനെ പോയി. അപ്പൊ കുഞ്ഞിക്കിളിനോട് നമ്മൾ ചോദിക്കാണ്, കുഞ്ഞിക്കിളിയെ ചോദിക്കണില്ലേ നിങ്ങള്? ഞാൻ ഒറ്റക്ക് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ദ്വീപിൽ ഇറങ്ങിയ നമ്മളെല്ലാരും ഒന്നിച്ച് ചോദിക്കണം കിളിനോട്. ചോദിക്കോ? കുഞ്ഞിക്കിളിയെ കുഞ്ഞിക്കിളിയെ ചൊല്ലാമോ കൗതുകമേറും വർണ്ണം തന്നവനാരാണ്? പാടണം പറയണൊന്നുമില്ല. പാടാം ഞാൻ പറയാം ഞാൻ. ഉഷാറില്ലേ? പെൺകുട്ടികൾ മുന്നിക്കെത്തണോ? ആണല്ലോ. കുഞ്ഞിക്കിളിയെ കുഞ്ഞിക്കിളിയെ ചൊല്ലാമോ കൗതുകമേറും വർണ്ണം തന്നവനാരാണ്?
പാടാം ഞാൻ പറയാം ഞാൻ അവനാണ് അല്ലാഹു അവനാണേകൻ അല്ലാഹു. ആൺകുട്ടികൾക്ക് ഇപ്പൊ കിട്ടിയതിൽ നിന്ന് ഒരു 15 മാർക്ക് ഞാൻ കുറക്കും. 3 കുട്ടികൾ ശ്രദ്ധിച്ചിട്ടില്ല, അപ്പൊ ഒരാൾ ശ്രദ്ധിക്കാത്തതിന് 5 മാർക്ക്, അപ്പൊ 3 ആൾ ശ്രദ്ധിക്കാത്തതിന് 15 മാർക്ക് കുറക്കട്ടെ. എന്നാ ഞാൻ എല്ലാരും ശ്രദ്ധിക്കോ? എന്നാ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്താ ഉത്തരം പറയാ? ആ ഉത്തരം പെൺകുട്ടികൾ എല്ലാരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പൊ എന്താ ഉത്തരം പറയാ? പൂവേ പൂന്തേൻ നൽകും പൂവേ ചൊല്ലാമോ നിന്നിൽ തേനു നിറച്ചൊരു റബ്ബവനാരാണ്. പാടാം ഞാൻ പൂവേ പൂന്തേൻ നൽകും പൂവേ ചൊല്ലാമോ നിന്നിൽ തേനു നിറച്ചൊരു റബ്ബവനാരാണ്. പാടാം ഞാൻ ഒന്നാമത്തെ ചോദ്യം മറന്നോ നിങ്ങള്? എന്തായിരുന്നു ഒന്നാമത്തെ ചോദ്യം? കുഞ്ഞിക്കിളിയെ കുഞ്ഞിക്കിളിയെ പാടാം ഞാൻ പറയാം ഞാൻ പൂവേ പൂന്തേൻ നൽകും പൂവേ ചൊല്ലാമോ നിന്നിൽ തേനു നിറച്ചൊരു റബ്ബവനാരാണ്. പാടാം ഞാൻ രണ്ടാമത്തെ ചോദ്യം പഠിഞ്ഞോ? എന്താ ചോദ്യം? പൂവേ പൂന്തേൻ നൽകും പൂവേ ചൊല്ലാമോ പൂവേ പൂന്തേൻ നൽകും പൂവേ നിന്നിൽ തേനു നിറച്ചൊരു റബ്ബവനാരാണ്. പാടാ പഠിഞ്ഞോ? രണ്ടാമത്തെ ചോദ്യം പഠിഞ്ഞോ? എന്നാ രണ്ടാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഏറ്റുചെല്ലോ. പൂവേ പൂന്തേൻ നൽകും പൂവേ ചൊല്ലാമോ പൂവേ പൂന്തേൻ നൽകും പൂവേ നിന്നിൽ തേനു നിറച്ചൊരു റബ്ബവനാരാണ്. നിന്നിൽ തേനു നിറച്ചൊരു റബ്ബ്. പാടാം ഞാൻ പറയാം ഞാൻ അവനാണ് അല്ലാഹു അവനാണേകൻ അല്ലാഹു. പഠിഞ്ഞോ? ദ്വീപിലല്ലേ ഉള്ളത്? ദ്വീപിൽ ഇങ്ങനെ നോക്കിയപ്പോഴാണ് കുഞ്ഞിക്കിളിനെ കണ്ട. അപ്പൊ നമ്മൾ കുഞ്ഞിക്കിളിനോട് എന്താ ചോദിച്ചത്? കൗതുകമേറും വർണ്ണം തന്നവനാരാണ്. പാട അപ്പോഴാ പൂന്തോട്ടം കണ്ടത് അല്ലെ? പൂന്തോട്ടത്തിനോട് നമ്മൾ എന്താ ചോദിച്ചത്? പൂവേ പൂന്തേൻ നൽകും പൂവേ ചൊല്ലാമോ നിന്നിൽ തേനു നിറച്ചൊരു റബ്ബവനാരാണ്.
പാടാം ഞാൻ പറയാം ഞാൻ. ഞാൻ ആൺകുട്ടികളോടൊരു സ്വകാര്യം, ഇപ്പൊ പെൺകുട്ടികളെ മുന്നേക്ക് എത്തിക്കണം കേട്ടോ. സ്വകാര്യമാണ്, ആരോടും പറയണ്ട. ശരി, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. എന്താ ഉത്തരം? ഉത്തരം റെഡിയല്ലേ? എന്നാ ചോദിക്കട്ടെ, ചോദ്യം ചോദിക്കട്ടെ. കളകളമൊഴുകും പുഴയെ നീയും ചൊല്ലാമോ? കളകളമൊഴുകും പുഴയെ നീയും ചൊല്ലാമോ? നിന്നിൽ നിറയെ വെള്ളം തീർത്തവനാരാണ്? കളകളമൊഴുകും പുഴയെ നീയും ചൊല്ലാമോ? നിന്നിൽ നിറയെ വെള്ളം തീർത്തവനാരാണ്? പാടാം ഞാൻ പറയാം ഞാൻ. ഈ പാട്ട് ആദ്യം ഫുള്ള് പഠിക്ക പെൺകുട്ടികളെ കരം. നിങ്ങൾ എന്താ എല്ലാരും കാര്യമല്ല. മൂന്നാമത്തെ ചോദ്യം എന്താ? കളകളമൊഴുകും പുഴയെ നീയും ചൊല്ലാമോ? നിന്നിൽ നിറയെ വെള്ളം തീർത്തവനാരാണ്? പാടാം ഞാൻ പറയാം ഞാൻ. അപ്പൊ കുഞ്ഞിക്കിളിനോട് നമ്മൾ ചോദിച്ചു അല്ലെ, ആരാ നിനക്ക് നല്ല ഭംഗിയുള്ള നിറം തന്നത്? പക്ഷികളെ ഇഷ്ടമാണോ നിങ്ങക്ക്? പക്ഷികളെ ഇഷ്ടമാണോ? ഏതൊക്കെ പക്ഷികളെ ഇഷ്ടം? കാക്കന് ഇഷ്ടമല്ല. തത്ത, പിന്നെ പ്രാവ്, പിന്നെ ലവ് ബേർഡ്സ്, പിന്നെ കുയില്, പിന്നെ മയില്, പിന്നെ പുലിയോ, പക്ഷിയോ? പടച്ചോനെ, മണ്ണാർക്കാട് എത്തിയപ്പോ പുലി പക്ഷിയല്ലോ. പിന്നെ ഏതൊക്കെ പക്ഷിയുള്ളത്? സിംഹം, കടുവ, പൂച്ച, ഇതൊക്കെ പക്ഷിയാ. ഏതൊക്കെ പക്ഷിനെ ഇഷ്ടം? മയില്, കുയില്, പ്രാവ്, തത്ത, പ്രാവ്, പിന്നെ ഓക്കെ. ഇതിനൊക്കെ ഇഷ്ടമാണ് അല്ലെ? ലവ് ബേർഡ്സിനൊക്കെ ഇഷ്ടമാണ്. ആരൊക്കെ വീട്ടിലെ തത്തുള്ളത്? ലവ് ബേർഡ്സ് ഉള്ള ആരൊക്കെ വീട്ടില? എല്ലാരെ വീട്ടിലുള്ള ഒരു പക്ഷി ഉണ്ടല്ലോ, കാക്കേ. കൂട്ടിലിട്ട് വളർത്തുക കാക്കനെ. പിന്നെ എലിയോ? കോഴി അല്ലേ? ശരി, കോഴിനെ ഇഷ്ടമാണോ? കൂട്ടിലാവുമ്പോ ഇഷ്ടമല്ല, പ്ലേറ്റിലാണെങ്കിൽ ഇഷ്ടമാണ്. ശരി, ഓക്കെ. അപ്പൊ പക്ഷികളൊക്കെ ഉണ്ട്, നല്ല കൗതുകമുള്ള പക്ഷി. നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് മൃഗശാല കണ്ട ആൾക്കാര്? മൃഗശാല കണ്ട ആൾക്കാര് അവിടെ പക്ഷികളെ കണ്ടണോ? നല്ല അത്ഭുതമുള്ള പക്ഷികൾ ഉണ്ടാവും അല്ലെ? ശരി, അപ്പൊ നമ്മളെ ചോദ്യം എന്താ? ആ പക്ഷിയെ സൃഷ്ടിച്ചതും അതിന് നല്ല ഭംഗിയുള്ള നിറം കൊടുത്തതൊക്കെ ആരാ? കുഞ്ഞിക്കിളിയെ ചൊല്ലാമോ? കൗതുകമേറും വർണ്ണം തന്നവനാരാണ്? ആരാ? അല്ലാന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയോ? പാടാം ഞാൻ പറയാം ഞാൻ. അപ്പൊ പക്ഷികളെ സൃഷ്ടിച്ചത് അള്ളയാണ് അല്ലെ? പിന്നെന്തിനെ സൃഷ്ടിച്ചത്? പൂവും പൂവിലെ തേനുമാണ് അല്ലെ? പൂവിനോട് എന്താ നമ്മൾ ചോദിച്ചത്? പൂവേ പൂന്തേ നൽകും പൂവേ ചൊല്ലാമോ? നിന്നിൽ
നിന്നിൽ തേനു നിറച്ചൊരു റബ്ബവനാരാണ്? മാഷാ അല്ലാഹ്. ശരി, അപ്പൊ പൂവിനെ സൃഷ്ടിച്ചത്, അതിൽ തേന് നിറച്ചത് ആരാണ്? ഏറ്റവും ഇഷ്ടമുള്ള പൂവ് ഏതാ? റോസ്. പിന്നെ ചെമ്പരത്തി, ജമന്തി, മല്ലിക, സൂര്യകാന്തി. പിന്നെ ഞങ്ങളോട് ചോദിച്ചത് കടയിൽ ഏതൊക്കെ പൂവുണ്ട് എന്നല്ല ചോദിച്ചത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവ് ഏതാന്ന് വെച്ചാൽ മുല്ലപ്പൂവാ? മുല്ലപ്പൂവ് ഇഷ്ടമുള്ളവരോ കൈന്തിച്ചാണ്? പെൺകുട്ടികൾക്ക് മൊത്തം മുല്ലപ്പൂവ് ഇഷ്ടം. റോസാപ്പൂവ് ഇഷ്ടമുള്ളവരോ കൈന്തിച്ചാണ്? റോസാപ്പൂവ്. സൂര്യകാന്തി ഇഷ്ടമുള്ളവരോ? പടച്ചോനെ, ആൺകുട്ടികൾക്ക് ഒരു പൂവ് ഇഷ്ടമല്ലാന്ന് തോന്നുന്നുണ്ട്. ചെമ്പരത്തി പൂവ് ഇഷ്ടമുള്ളവരാരൊക്കെ? ഓക്കെ, ഇഷ്ടാണ് അല്ലേ? ശരി, ആരാ പൂവുണ്ടാക്കിയത്? പാടാം ഞാൻ, പറയാം ഞാൻ, അവനാണ് അല്ലാഹു. ഓക്കെ, നമ്മുടെ ചങ്ങാടം ഇങ്ങനെ നീങ്ങാണ് അല്ലെ? ചങ്ങാടത്തിൽ നീങ്ങുമ്പോ നമ്മൾ പുഴനോടാണ് അടുത്ത ചോദ്യം ചോദിച്ചത്. എന്താ പുഴനോട് ചോദിച്ചത്? ആൺകുട്ടികളെ മാർക്ക് ഇനി മൈനസ് ആകുമ്പോ കേട്ടോ. ഇവരെ ചോദ്യം പറയുന്നുണ്ട്, നിങ്ങൾ മിണ്ടാതിരിക്ക. എന്താ അടുത്ത ചോദ്യം? എന്താ? കളകളമൊഴുകും പുഴയെ നീയും ചൊല്ലാമോ, നിന്നിൽ നിറയെ വെള്ളം തീർത്തവനാരാണ്? പാടാം ഞാൻ, പറയാം ഞാൻ. ഓക്കെ, അപ്പൊ പുഴയിലെ വെള്ളം സൃഷ്ടിച്ചതാരാ? രണ്ട് ചോദ്യം കൂടി ഉണ്ട്. രണ്ട് ചോദ്യം കൂടി ചോദിക്കട്ടെ? രണ്ട് ചോദ്യം കൂടി ചോദിക്കട്ടെ? ചോദിക്കട്ടെ? ചോദിക്കട്ടോ. നാലാമത്തെ ചോദ്യമാണ് അപ്പൊ നമ്മൾ ചോദിക്കാൻ പോണേ. നാലാമത്തെ ചോദ്യം. ചൂടും വെയിലും നൽകും സൂര്യൻ ചൊല്ലാമോ? പറഞ്ഞില്ലേ? ചൂടും വെയിലും നൽകും സൂര്യൻ ചൊല്ലാമോ, വിണ്ണിൽ നിന്നെ തൂക്കിയ റബ്ബവനാരാണ്? പാടാം ഞാൻ, പറയാം ഞാൻ. ചൂടും വെയിലും നൽകും സൂര്യൻ ചൊല്ലാമോ, വിണ്ണിൽ നിന്നെ തൂക്കിയ റബ്ബവനാരാണ്? പാടാം ഞാൻ, പറയാം ഞാൻ. സൂര്യന് ഇഷ്ട? സൂര്യനെ കണ്ടണോ? സൂര്യന് പൊയ്ക്കണോ? എന്റെ ബോധത്ത് നമ്മൾ കരിഞ്ഞു പോവും അല്ലെ? സൂര്യൻ എത്ര വലിപ്പുണ്ട്? ഭൂമിനേക്കാളും വലിപ്പുണ്ട്. ശരി, എത്ര വലിപ്പുണ്ട്? സൂര്യന്റെ ഉള്ളിൽ ഭൂമി കൊള്ളുവോ? എത്ര ഭൂമി കൊള്ളും? 12 ഭൂമിയാ? എത്ര ലക്ഷം? 18 ലക്ഷം? 13 ലക്ഷം? 12 ലക്ഷം? 13 ലക്ഷം ഭൂമിയെ കൊള്ളു. എവിടെ? അപ്പൊ എത്ര വലിപ്പം ഉണ്ടാവും സൂര്യൻ അല്ലേ? നല്ല വലിപ്പം ഉണ്ടാവില്ലേ സൂര്യന്? ആരാ ആകാശത്താ സൂര്യനെ കൊണ്ടുപോയി വെച്ചത്? വെയിലും ചൂടും നൽകും സൂര്യൻ ചൊല്ലാമോ, വിണ്ണിൽ നിന്നെ തൂക്കിയ റബ്ബവനാരാണ്? പാടാം ഞാൻ, പറയാം ഞാൻ. അടുത്ത ചോദ്യം കൂടി ചോദിക്കട്ടെ? ലാസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ? തണലും കായും
നൽകും മരമേ ചൊല്ലാമോ മധുരപ്പഴമതു നിന്നിൽ തന്നവനാരാണ് പാടാം ഞാൻ പറയാം ഞാൻ തണലും കായും നൽകും മരമേ ചൊല്ലാമോ മധുരപ്പഴമതു നിന്നിൽ തന്നവനാരാണ് പാടാം ഞാൻ പറയാം ഞാൻ ഓക്കെ 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 അപ്പൊ എല്ലാം സൃഷ്ടിച്ചതാരാ അള്ളാഹുവാണ് അള്ളാഹു അല്ലേ സൃഷ്ടിച്ചേ അള്ളാഹിന് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് എഴുന്നേറ്റേക്ക് അള്ളാഹിന് ഇഷ്ടമുള്ളവർ മാത്രം എഴുന്നേറ്റാ മതി കേട്ടോ അള്ളാഹിനെ നല്ല ഇഷ്ടമുള്ള ഒരു വലത്തെ കയ്യൊന്ന് നോക്കിക്ക് ചില കുട്ടികൾക്കൊന്നും വലത്തെ കൈ ഇല്ല എന്നാ തോന്നണേ എങ്ങോട്ട് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ മുന്നേക്ക് സ്റ്റേജുമൊക്കെ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ നല്ല ഇഷ്ടമുള്ളവരാട്ടോ ഈ കൈ പൊന്തിച്ചനെ അങ്ങേയറ്റ ഇഷ്ടമുള്ളവരടുത്ത കൈ പൊന്തിക്കണോ ഐ വലത്തെ കൈ താഴ്ത്താൻ പറഞ്ഞു ഞാന് പറഞ്ഞോ ഇല്ലല്ലോ മാഷാ അല്ലാ അപ്പൊ എല്ലാ കുട്ടികൾക്കും അള്ളാനെ നല്ല ഇഷ്ടമാണ് അല്ലെ ശരി ഇരുന്നോളി കൈ താഴ്ത്തിട്ടോളൂ കേട്ടോ ഇരുന്നോളി അപ്പോ നമുക്ക് വേണ്ടി എല്ലാം പടച്ചവൻ ആരാണ് അള്ളാഹുവാണ് പാട്ട് പഠിഞ്ഞോ നിങ്ങൾക്ക് ഫുള്ളും പഠിഞ്ഞ ആൾക്കാരാരാളെ ഫുള്ളും പഠിഞ്ഞ ആൾക്കാര് അവസാനത്തെ ചോദ്യം എന്തായാലും പഠിഞ്ഞിട്ടുണ്ടാവില്ല അത് ഒറ്റ തവണ ഞാൻ പാടിയിട്ടുള്ളൂ ആദ്യം മുതലൊന്ന് പാടിയല്ലോ ഞാൻ നിങ്ങൾ കൂടെ പാടി തന്നാ മതി കേട്ടോ ഞാൻ ചൊല്ലി തരും എന്നിട്ട് നിങ്ങൾ ചൊല്ലിയാ മതി റെഡി അല്ലേ റെഡി എങ്ങനെ റെഡി പറയാൻ പറഞ്ഞത് നമ്മള് റെഡി റെഡി ആൺകുട്ടികളെ ഭാഗത്തൊരു റെഡി കാണുന്നില്ലല്ലോ റെഡി ഒറ്റ ആള് മാത്രം റെഡി പറഞ്ഞില്ല ആൺകുട്ടികളെ കൂട്ടത്തില് ഒരേ ഒരാള് അയാളെ ഷർട്ടിന്റെ കളർ ഞാൻ പറയണോ റെഡി കൈ മാക്സിമം പൊങ്ങണോ അങ്ങനെ കാര്യമില്ല റെഡി ഓക്കെ ഓക്കെ ഞാൻ പാടിത്തരാം നിങ്ങൾ പാടാൻ കേട്ടോ കുഞ്ഞിക്കിളിയെ ചൊല്ലാമോ ആ മാർക്ക് പെൺകുട്ടികൾ കൊണ്ടുപോയിട്ടോ അപ്പേ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങളെ മദർസക്ക് ഇവിടുന്ന് പാടിയ കേൾക്കുവോ കേൾക്കൂലല്ലോ പക്ഷേ ഇതിന്റെ റോട്ട് കൂടി ഒക്കെ ഇങ്ങനെ എന്താ ചോദിച്ചാല് ആൾക്കാർ ഇങ്ങനെ പോകുമ്പോ എന്താ ഇവിടെ കുറച്ച് കുട്ടികള് ഇവിടെ ഇങ്ങനെ ഇരിക്കണുണ്ടല്ലോ എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിക്കുമ്പോ ബസ് പോണ ആൾക്കാർക്കൊക്കെ പാട്ട് കേൾക്കണം അപ്പൊ കുറച്ച് ശബ്ദത്തിൽ പാടിയാലല്ലേ കേൾക്കുള്ളൂ അല്ലെ കുറച്ച് ശബ്ദത്തിൽ പാടണ്ടേ കേൾക്കണമെങ്കിൽ അപ്പൊ ഉഷാറായിട്ട് ചൊല്ലണം കേട്ടോ ഉഷാറായിട്ട് ചൊല്ലണം ഇപ്പോ ഈ പാട്ട് നോക്കിയിട്ടാണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മാർക്ക് നമ്മൾ പറയാൻ പോവാ കുഞ്ഞിക്കിളിയെ ചൊല്ലാമോ കൗതുകമേറും വർണ്ണം തന്നവനാരാണ് പാടാം ഞാൻ പറയാം ഞാൻ അവനാണ് അല്ലാഹു അവനാണേകൻ അല്ലാഹു അടുത്ത ചോദ്യം ആരോടാ പൂവിനോടല്ലേ പൂവേ പൂന്തേൻ നൽകും പൂവേ ചൊല്ലാമോ ആൺകുട്ടികളിൽ 2 കുട്ടികൾ പാടില്ല പൂവേ പൂന്തേൻ നൽകും പൂവേ ചൊല്ലാമോ നിന്നിൽ തേനു നിറച്ചൊരു റബ്ബവനാരാണ്
പാടാം ഞാൻ കളകളമൊഴുകും പുഴയെ നീയും ചൊല്ലാമോ? നിന്നിൽ നിറയെ വെള്ളം തീർത്തവനാരാണ്? പാടാം ഞാൻ, പറയാം ഞാൻ, അടുത്ത എന്താ വരി? ചൂടും വെയിലും നൽകും സൂര്യൻ ചൊല്ലാമോ? ചൂടും വെയിലും നൽകും സൂര്യൻ ചൊല്ലാമോ? വിണ്ണിൽ നിന്നെ തൂക്കിയ റബ്ബവനാരാണ്? വിണ്ണിൽ നിന്നെ തൂക്കിയ റബ്ബവനാരാണ്? പാടാം ഞാൻ തണലും കായും നൽകും മരമേ ചൊല്ലാമോ? തണലും കായും മധുരപ്പഴമതു നിന്നിൽ തന്നവനാരാണ്? മധുരപ്പഴമ പാടാം ഞാൻ, പടിഞ്ഞില്ലേ? ഫുള്ള് പടിഞ്ഞാരേലും ഉണ്ടോ? ഫുള്ള് പടിഞ്ഞ ഇവിടെ വന്ന ആരാ പാടുക? കുഞ്ഞിക്കിളിയേ കുഞ്ഞിക്കിളിയേ ചൊല്ലാമോ? സുഖമേറും വർണ്ണം തന്നവനാരാണ്? പാടാം ഞാൻ, പറയാം ഞാൻ, അവനാണ് അവനാണ് അല്ലാഹു, അവനാണേകൻ അല്ലാഹു. പൂവേ പൂന്തേൻ തുന്നുൽ നിന്നെ നിറച്ചവനാരാണ്? പാടാം ഞാൻ, പറയാം ഞാൻ, ആണവനാണ് അവനാണേകൻ അല്ലാഹു. ഒഴുകും പുഴയും ചൊല്ലാമോ? നിന്നിൽ വെള്ളേ വെള്ളം നീന്തവനാരാണ്? പാടാം ഞാൻ, പറയാം ഞാൻ, അവനാണ് അവനാണ്. പാടാം ഞാൻ, പറയാം ഞാൻ, അവനാണ് അവനാണ് അല്ലാഹു, അവനാണേകൻ അല്ലാഹു. വെയിലും ചൂടും നൽകുമെല്ലാമോ? വിണ്ണിൽ വീണൂക്കിയ റബ്ബവനാരാണ്? പാടാം ഞാൻ, പറയാം ഞാൻ, അവനാണ് അവനാണ് അല്ലാഹു, അവനാണേകൻ തണലും കാലും നൽകും എല്ലാമോ? മധുരപ്പഴവും മുന്നിൽ നന്നവനാരാണ്? പാടാം ഞാൻ, പറയാം ഞാൻ, അവനാണ് അവനാണ് അല്ലാഹു, അവനാണേകൻ അല്ലാഹു. പടിഞ്ഞില്ലേ? പടിഞ്ഞോ? പടിഞ്ഞോ? ഉഷാറായി ചൊല്ലണേ. ഉഷാറില്ലാത്തെന്താ? അപ്പൊ നമുക്ക് എല്ലാം സൃഷ്ടിച്ചു തന്നവൻ ആരാണ്? പാടാം ഞാൻ, പറയാം ഞാൻ, അവനാണ് അവനാണ് അല്ലാഹു, അവനാണേകൻ അല്ലാഹു. ആ അള്ളാഹിനെ ഇഷ്ടമുള്ളവരാണ് നേരത്തെ എഴുന്നേറ്റ് നിന്നത് അല്ലേ? ഓക്കെ. അള്ളാഹുവിനെ ഇഷ്ടമുള്ള ആളുകൾ ആരെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ? അള്ളാഹിനെ മാത്രമല്ലേ ആരാധിക്കാൻ പറ്റുള്ളൂ? അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുമോ?
പറ്റുമോ? അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റുമോ? എന്താ ഒരു ഉഷാറില്ലാത്തോ? പറ്റുമോ? ഇല്ല. അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവനോട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അല്ലാത്തവരോട് പ്രാർത്ഥിച്ച എന്താ ഉണ്ടാവുക? അല്ലാത്തവരോട് പ്രാർത്ഥിച്ച എന്താ ഉണ്ടാവുക? ശിർക്കാണ് അല്ലേ? ശിർക്ക് ചെയ്ത എവിടെ പോവും? നരകത്ത് പോവും. നരകത്ത് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സ്വർഗത്തെ ഇഷ്ടമാണോ? സ്വർഗ ഇഷ്ടമുള്ള ഒരു രണ്ട് കൈ ഒന്ന് പൊന്തിച്ച്. സ്വർഗ ഇഷ്ടം. പടച്ചോനെ സുബ്ഹാനല്ലാഹ്. ഇവിടെ ഉള്ള കുട്ടികൾ എന്തൊരു ഉഷാറ് കുട്ടികൾ. നല്ല ഇഷ്ടമുള്ള ഒരു കൈ ഉഷാറായിട്ട് പൊക്കണം. നല്ല ഉഷാറായിട്ട്. ഓക്കെ. സ്വർഗത്തിൽ എന്തൊക്കെ ഉണ്ട്? ഇരിക്കും. കൈതാത്തിരി വിചാരിച്ചൊക്കെ ഉണ്ട് അല്ലേ? ആകാശം പോലെ വിശാലം, സ്വർഗം അരുവികൾ ഒഴുകുന്ന ലോകം, കാണാൻ എന്തുണ്ട് മാർഗം, കാട്ടിത്തരൂ തമ്പുരാനേ, കാട്ടിത്തരൂ തമ്പുരാനേ. സോഫകൾ, കോപ്പകൾ, പച്ചവിരിപ്പുകൾ, പട്ടിനാൽ നെയ്ത വസ്ത്രങ്ങൾ, തേനാറുകൾ, പാലാഴികൾ, വറ്റാത്ത നീർച്ചാലുകൾ, സോഫ ഉണ്ടല്ലേ അവിടെ? നമ്മളെ പെരയത്തെ സോഫന്റെ അങ്ങനത്തെയാണോ? അല്ല. പട്ടിന്റെ വസ്ത്രങ്ങൾ ഉണ്ട് അവിടെ അല്ലെ? തേനിന്റെ പുഴ ഉണ്ട് അവിടെ, പാലിന്റെ പുഴ ഉണ്ട് അവിടെ. നമ്മളവിടെ എന്തിന്റെ പുഴയുള്ളത്? കലക്ക വെള്ളത്തിന്റെ പുഴ ഉണ്ട് അല്ലെ? അതിനാരെങ്കിലും കുടിക്കാറുണ്ടോ? ഇല്ല. എന്നാ കുടിക്കാൻ പറ്റണ തേനിന്റെയും പാലിന്റെയും ഒക്കെ പുഴ ഉണ്ട് എവിടെ? സ്വർഗം. ആ സ്വർഗം ആർക്കാ കിട്ടുക? അള്ളാനെ മാത്രം ആരാധിച്ചവർക്ക് കിട്ടുക. അപ്പൊ അല്ലാത്തവർ ആരാധിക്കാൻ പറ്റുമോ? ഇനി ഞാനൊരു സ്വകാര്യം ചോദിക്കാണ്, നമ്മൾ മാത്രം കേട്ടാ മതി. ചിലപ്പോ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും ചില ഉമ്മമാരൊക്കെ എന്ത് ചോദിച്ചാല്, ചിലപ്പോ നമ്മളെ വീഴാൻ പോണ സമയത്ത് നിങ്ങൾ എന്റെ കുട്ടി എന്നൊക്കെ പറയും. അങ്ങനെ പറയാൻ പറ്റുമോ? എന്താ ഇല്ലാന്ന് പറയാനൊരു ഉഷാറില്ലല്ലോ. പറ്റുമോ? അപ്പൊ ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് ഉമ്മ അങ്ങനെ പറയണത് കേട്ടങ്ങൾ എന്താ പറയാ? മനോടൊന്ന് ചൂടാൻ പറ്റുമോ? എന്തൊരു ഉമ്മയാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ? അല്ല. ഉമ്മച്ചിയെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് നഷ്ടാവും? സ്വർഗം നഷ്ടാവും. എവിടെ പോകും? നരകത്ത് പോകും. അപ്പൊ അള്ളാനെ മാത്രം ആരാധിക്കണം. അള്ള പറഞ്ഞതൊക്കെ അനുസരിക്കണം. അള്ള പറഞ്ഞതൊക്കെ അനുസരിക്കലുണ്ടോ? അള്ള പറഞ്ഞതൊക്കെ അനുസരിക്കലുണ്ടോ? അള്ള പറഞ്ഞതൊക്കെ അനുസരിക്കണ കുട്ടികളൊന്നും എഴുന്നേറ്റെന്നാണ്. ഇങ്ങോട്ടൊരു സ്വകാര്യം എനിക്ക് ചോദിക്കാൻ കേട്ടോ. അള്ള പറയണതൊക്കെ അനുസരിക്കണ കുട്ടികള്. പടച്ചോനെ, അള്ള പറയണത് അനുസരിക്കാത്ത കുട്ടികളുണ്ടോ അവിടെ? ഇല്ല. എല്ലാ കുട്ടികളും അള്ള പറയണ അനുസരിക്കണ കുട്ടികളാ. ശരി, ഇനി ഒരു സ്വകാര്യം ചോദിക്കട്ടോ. നമ്മൾ മാത്രം കേട്ടാ മതി. സ്വകാര്യം ചോദിക്കട്ടെ. അള്ള പറയണൊക്കെ അനുസരിക്കലുണ്ടോ? ഉണ്ടോ? ഇങ്ങോട്ട് ഇന്ന് സുബൈ നിസ്കരിച്ചോ? ഇന്നലെ ഫുള്ളും നിസ്കരിച്ചോ? ഇന്നലെ ഫുള്ളും നിസ്കരിച്ച കുട്ടികളൊന്നും ഇരുന്നാണ്. ഇന്നലത്തെ എല്ലാരും അപ്പൊ എല്ലാരും നിസ്കരിച്ചനെ കേട്ടോ. ഒന്ന് രണ്ടാൾക്കാർക്ക് ഇപ്പോ ഫുള്ള് നിസ്കരിച്ചോല്ലേന്ന് അറിയാത്തൊരു പ്രശ്നമാണ്. ഒരു നിസ്കരിച്ചിട്ടുണ്ടാവും കേട്ടോ. ശരി. അപ്പൊ അള്ള പറഞ്ഞൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ അനുസരിക്കണം. അള്ളാനെ മാത്രം നമ്മൾ ആരാധിക്കണം. അല്ലാത്ത ആരെങ്കിലും ആരാധിക്കാൻ പറ്റുമോ? ഇല്ല. അള്ള നമുക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ നന്ദി കാണിക്കണം. അള്ള എന്തൊക്കെ അനുഗ്രഹം നമുക്ക് ചെയ്തെന്നേ? നമുക്ക് ജീവൻ തന്നു,
കണ്ണ് തന്നു, കാത് തന്നു, കാല് തന്നു, കൈ തന്നു, ഭക്ഷണം തന്നു, ഉമ്മാനെ എന്തൊക്കെ അള്ള തന്നല്ലേ. കാണാൻ നമ്മുടെ കണ്ണുകളിൽ കാഴ്ചയതേകിയതാരാണ്? പറയാം മറുപടി ഞാൻ. കണ്ണ് തന്നത് പടച്ചോനാണ് അല്ലെ, കാത് തന്നത് പടച്ചോ, എല്ലാം നമുക്ക് അള്ളാഹു തന്നതാണ്. അതിന് നമ്മൾ നന്ദി കാണിക്കണ്ടേ. അപ്പൊ എങ്ങനെ നന്ദി കാണിക്ക? അള്ള പറയണതൊക്കെ അനുസരിച്ച് കൃത്യമായി നിസ്കരിച്ച് അള്ളാനെ മാത്രം ആരാധിച്ച് നല്ല കുട്ടികളായി ജീവിക്കൂലേ. ചില കുട്ടികളൊക്കെ ഉമ്മമാരെന്ത് ചെയ്യുന്നറിയോ? ഇത് ശ്രദ്ധിച്ച് കേട്ടോ. ചില കുട്ടികളൊക്കെ ഉമ്മമാരെന്ത് ചെയ്യുന്നറിയോ? കുട്ടികൾക്ക് വല്ല പനിയോ എന്തെങ്കിലുമൊക്കെ വന്ന ഒരു കറുത്ത ചരടോ വെളുത്ത ചരടോ ഒക്കെ എടുത്ത് കയ്യുമൊക്കെ കെട്ടിക്കൊടുക്കും. ഇങ്ങോട്ട് പറയും നിന്റെ കുട്ടിന്റെ പനി മാറാൻ. നമ്മളുമ്മാരൊന്നും അങ്ങനെ ചെയ്യൂല, ചില ഉമ്മാരങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യണ ഉമ്മാരെ കണ്ട നമ്മൾ എന്താ പറയാ? ഇത് ഇങ്ങനെ കെട്ടിയാലേ നമുക്ക് സ്വർഗം നഷ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മുടെ കയ്യും എങ്ങാനും ആരെങ്കിലും കെട്ടാൻ പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? അതൊരിക്കലും ഞാൻ കെട്ടൂല. കാരണം എന്താ? അത് കെട്ടി എനിക്ക് സ്വർഗം നഷ്ടാവും. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. രോഗം തന്നത് അള്ളയാണ്. ആ രോഗത്തെ ആരാ ശിഫയാക്കി തരാ? ആ രോഗത്തെ ആരാ മാറ്റിത്തരാ? അല്ല. അപ്പൊ അതൊക്കെ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയണം കേട്ടോ. ശരി, ഞാന് എന്റെ ഒരു കൊച്ചു സംസാരം അവസാനിപ്പിക്കുകയാണ്. നമ്മള് എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിൽക്കണം. ഇവിടെ നമ്മൾ ഈ ഒരു ദ്വീപിൽ ഒരു കുഞ്ഞു പൂന്തോട്ടം ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിൽക്കണം. കയ്യിലുള്ള ബാഗും കടലാസും ടവലും പിന്നെ എന്തൊക്കെയുള്ളത് വാട്ടർ ബോട്ടിലും ഒക്കെ കസേരയിൽ വെക്കണം. ഫുള്ള് കസേരയിൽ വെക്കാം. പൂന്തോട്ടം ഉണ്ടാക്കാൻ പോവാണ്. ഈ ദ്വീപിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയിട്ട് നമ്മൾ ചങ്ങാടത്ത് കയറി അടുത്ത ദ്വീപിക്ക് പോകും. കൈയൊക്കെ താഴ്ത്തിരണം. എല്ലാവരും കൈ താഴ്ത്തി അറ്റൻഷൻ ആയിട്ട് നിൽക്കണം. നിങ്ങളവിടെയൊക്കെ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നിൽക്കല്? സ്കൂൾ അറ്റൻഷൻ എന്ന് അറിയുന്നോടും കൂടി ഇങ്ങനെ നിൽക്കല അല്ലല്ലോ. അറ്റൻഷനിൽ നിൽക്കണം. നിന്നോ? എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? രണ്ട് കൈയും ഇങ്ങനെ പിടിക്കാം. ഇവിടെ ചേർത്ത് പിടിക്കണം. അല്ലാഹു അക്ബർ എന്ന് പറയണ്ട. ഇങ്ങനെ പിടിക്കണോ? പൂന്തോട്ടം റെഡിയാകുമ്പോ കേട്ടോ. മെല്ലെ ഇങ്ങനെ പൊങ്ങി വരണം. മെല്ലെ ഇങ്ങനെ പൊങ്ങി വരണം. പൊങ്ങണില്ലല്ലോ റബ്ബേ. ഇവിടെ വെള്ളം കുറവാന്ന് തോന്നുന്നുണ്ട്. ചാടാനും പറ്റൂല. മരം നിന്ന് ചാടുക. ഉഷാറായിട്ട് കൈപൊക്കി. ചെറിയൊരു കാറ്റില്ലേ ചെറിയ കാറ്റ്. അപ്പൊ ഇളകൂലത്. ഇളകണ്ടേ. ഉഷാറായിട്ട് ഇളകണം. മാഷാ അല്ലാഹ്. എല്ലാരും ഇരിക്കെ. എല്ലാരും ചങ്ങാടത്തിൽ കേറിയോ? ദ്വീപൊന്ന് വീണ്ടും ചങ്ങാടത്ത് കേറിയോ? ആരെങ്കിലും അടുത്ത് ചങ്ങാടത്ത് കേറാത്തവരുണ്ടോ നോക്കി. കേറിയോ? ചങ്ങാടം യാത്ര പുറപ്പെടുകയാണ്. കേറിയോ? കേറിയില്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ദ്വീപിലിട്ടുകൊണ്ട് ചങ്ങാടം പോവും. പിന്നെ തിരിച്ചിറങ്ങണ സമയത്ത് മുള്ളത്ത് പറയുന്ന വന്ന ആ കുട്ടിനെ കാണാനല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ദ്വീപ് പോകേണ്ടി വരും. കേറിയോ? ചങ്ങാടത്ത് കേറിയോ? നമ്മുടെ ചങ്ങാടം വീണ്ടും യാത്ര പുറപ്പെടുകയാണ്. അല്ലേ? തുഴയുമ്പോ എന്ത് പറയണം നമ്മള്? പ്രാർത്ഥനയൊക്കെ ചൊല്ലി ചങ്ങാടം നീങ്ങാണ്. ചങ്ങാതിമാരെ പോരുന്നോ, ചങ്ങാടമേറി പോരുന്നോ, നേരിന്റെ തീരം ചേർന്നിടാം, നേർവഴി തെറ്റാതെ നീങ്ങിടാം. ഇതു ചെങ്ങാടം, സന്തോഷത്തിൻ ചെങ്ങാടം, സൗഹാർദ്ദത്തിൻ കൈകൾ കോർക്കാൻ വിസ്ഡമൊരുക്കും. ഇത് വിസ്ഡമൊരുക്കും ചെങ്ങാടം. പോലെ യാത്ര പോലെ
ഇൻഷാ അല്ലാഹ് ഈ യാത്രയിൽ ഇനിയും കുറെ കാഴ്ചകളുണ്ട്, പുതിയ പാട്ടുകളുണ്ട്, പുതിയ കഥകൾ കേൾക്കാനുണ്ട്. എല്ലാം കേട്ട് പഠിച്ച് ഉഷാറായിട്ട് നമ്മുടെ ചങ്ങാടം അവസാനിക്കുന്നത് വരെയും നല്ല കുട്ടികളായിട്ട് ഈ ചങ്ങാടത്തിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാകണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അല്ലാഹ് പറഞ്ഞതൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന, ഉമ്മയെയും ഉപ്പയെയും സ്നേഹിക്കുന്ന നല്ല കുട്ടികളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.